PSC സ്കോറിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് 32/2025 എന്ന ചോദ്യക്കടലാസിലെ ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. VFA പരീക്ഷ, കഴിഞ്ഞ VFA പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് സംസാരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കേരളവർമ്മ പഴശ്ശിരാജ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി സർദാർ KM മണിക്കർ, ഓപ്ഷൻ ഡി വില്യം ലോഗൻ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത് സർദാർ KM മണിക്കരാണ്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത് സർദാർ KM മണിക്കരാണ്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. മലബാർ മാനുവൽ എന്ന പുസ്തകം രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന പുസ്തകം രചിച്ചത് വില്യം ലോഗനാണ് മലബാർ മാനുവൽ എന്ന പുസ്തകം രചിച്ചത്. നമ്മളതിനകത്ത് ആദ്യം സർദാർ KM മണിക്കരെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ് സംസാരിക്കുന്നത്. സർദാർ KM മണിക്കരുടെ പൂർണ്ണമായിട്ടുള്ള പേര് സർദാർ കാവാലം മാധവ പണിക്കർ എന്നുള്ളതാണ്. സർദാർ കാവാലം മാധവ പണിക്കർ എന്നാണ് സർദാർ KM മണിക്കരുടെ പൂർണ്ണമായിട്ടുള്ള പേര്. കാവാലം മാധവ പണിക്കർ. അദ്ദേഹം ജനിച്ചത് 1895 ജൂൺ 3-ാം തീയതിയാണ്. സർദാർ KM മണിക്കർ ജനിച്ചത് 1895 ജൂൺ 3-ാം തീയതിയാണ്. അദ്ദേഹം മരിച്ചത് 1963 ഡിസംബർ 10-ാം തീയതിയാണ്. സർദാർ KM മണിക്കർ ജനിച്ചത് 1895-ലാണ്. 1895 ജൂൺ 3, മരണം 1963 ഡിസംബർ 10. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1963-ലാണ് ഇന്ത്യയിൽ CBI നിലവിൽ വന്നത്. CBI നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1963-ആണ്. 1963-ലാണ് CBI നിലവിൽ വന്നത്. ഡിസംബർ 10-നെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സർദാർ KM മണിക്കരുടെ ചരമദിനം എന്ന് പറയുന്നത് ഡിസംബർ 10-ആണ്. ഡിസംബർ 10 മനുഷ്യ അവകാശ ദിനമാണ്. ഡിസംബർ 10 എന്ന് പറയുന്നത് മനുഷ്യ അവകാശ ദിനമാണ്. മനുഷ്യ അവകാശ ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 10-ആണ്. മനുഷ്യ അവകാശ ദിനം ഡിസംബർ 10 മനുഷ്യ അവകാശ ദിനമാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1895 ജൂൺ 3-ആണെന്നും സർദാർ KM മണിക്കർ മരണപ്പെട്ടത് 63 ഡിസംബർ 10-ആണെന്നും മനസ്സിലായി. 63-ലാണ് CBI നിലവിൽ വന്നത്. ഡിസംബർ 10 മനുഷ്യ അവകാശ ദിനമാണ്. ചൈനയുടെയും ഫ്രാൻസിൻ്റെയും അംബാസഡറായിരുന്നു ഈ സർദാർ KM മണിക്കർ. ഇദ്ദേഹം ചൈനയുടെയും ഫ്രാൻസിൻ്റെ അംബാസഡറായിരുന്നു. UN-ലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സർദാർ KM മണിക്കരാണ്. UN ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സർദാർ KM മണിക്കരാണ്. അപ്പോൾ ചൈനയുടെയും ഫ്രാൻസിൻ്റെയും അംബാസഡർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ആളാണ്. UN-ലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സർദാർ KM മണിക്കരാണ്. പിന്നെ കാശ്മീർ രാജാവിൻ്റെ ഉപദേശകനായിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം സർദാർ KM മണിക്കരാണ്. കാശ്മീർ രാജാവിൻ്റെ ഉപദേശകനായിരുന്ന മലയാളി സർദാർ KM മണിക്കരാണ്. 1959 1966 കാലയളവിൽ രാജ്യസഭ അംഗമായിരുന്നു. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിലൂടെ 59 മുതൽ 66 വരെ 1959 മുതൽ 66 വരെ ഇദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു. 1959 മുതൽ 66 വരെ കാലയളവിൽ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്തതിലൂടെ ഇദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. അപ്പോൾ സർദാർ KM മണിക്കരുടെ പൂർണ്ണമായിട്ടുള്ള പേര് സർദാർ കാവാലം മാധവ പണിക്കറാണെന്ന് പഠിച്ചു. ചൈനയുടെയും ഫ്രാൻസിൻ്റെയും അംബാസഡറായിരുന്നു എന്ന വിവരം നമ്മൾ പഠിച്ചു. UN-ലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഇദ്ദേഹമാണെന്നും പഠിച്ചു. സർദാർ KM, ആ കെയിൽ നിന്ന് തന്നെ പഠിക്കാം. കാശ്മീർ രാജാവിൻ്റെ ഉപദേശകനായിരുന്ന മലയാളിയായിരുന്നു ഇദ്ദേഹം. 59-66 കാലയളവിൽ രാജ്യസഭ അംഗമായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് അദ്ദേഹം രചിച്ച കൃതികളെ പറ്റിയാണ്. സർദാർ KM മണിക്കർ എന്ന് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു പുസ്തകം കേരള സിംഹം എന്നുള്ളതാണ്. കേരള സിംഹം രചിച്ചതാര് എന്ന് പറയുന്നതാണ് സ്ഥിരമായി പരീക്ഷയിൽ ചോദിച്ചു വരുന്ന ഒരു പുസ്തകം. അത് ഒരു ചോദ്യം. കേരള സിംഹം പഴശ്ശിരാജ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സർദാർ KM മണിക്കരാണ്. ആ പുസ്തകത്തിലാണ് പഴശ്ശിരാജാവിനെ ഇദ്ദേഹം കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ കേരള സിംഹം ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കേരള സിംഹം എന്ന് വിശേഷണമുള്ള ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണെന്ന് നിങ്ങൾക്ക് അറിയാം. കേരള സിംഹം പഴശ്ശിരാജ. അതുപോലെ പുരുഷ സിംഹം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷ സിംഹം നമ്മൾ മുൻപുള്ള ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. പുരുഷ സിംഹം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണ്. പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെയാണ് പുരുഷ സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ PSC പരീക്ഷകൾ ഇങ്ങനെയുള്ള ചില സിംഹങ്ങൾ ഉണ്ട്. കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ, പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി സിംഹള സിംഹമുണ്ട്. സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് C കേശവനാണ്.
സിംഹള സിംഹം എന്ന വിശേഷണത്തിനുടമ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി കേശവനാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ സിംഹള സിംഹം എന്ന് പറയുമ്പോൾ സിംഹള എന്ന് നമ്മളിങ്ങനെ എഴുതുകയാണ്. സിംഹള സിംഹത്തിൻ്റെ സിംഹള എന്നിങ്ങനെ എഴുതുമ്പോൾ അതിന് ആദ്യം കിടക്കുന്ന ഈ സി തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് സി കേശവനാണ്. സി കേശവനെയാണ് സിംഹള സിംഹം എന്ന് വിളിക്കുന്നത്. സി കേശവനെയാണ് സിംഹള സിംഹം എന്ന് വിളിക്കുന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് കെ എം പണിക്കറാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കെ എം പണിക്കരുടെ മറ്റു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പറങ്കിപ്പടയാളി. പറങ്കിപ്പടയാളി എന്ന കൃതി എഴുതിയത് സർദാർ കെ എം പണിക്കരാണ്. ഈ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെയാണ് നമ്മൾ പറങ്കികൾ എന്ന് വിളിക്കുന്നത്. ഇത് ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്ന ആരാണെന്ന്. പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പറങ്കിപ്പടയാളി എന്ന കൃതി എഴുതിയ ഇദ്ദേഹമാണ്. ഇനിയുള്ള ഒരു പുസ്തകം ആപത്കരമായ ഒരു യാത്ര എന്ന് പറയുന്ന യാത്രാ വിവരണം എഴുതി കെ എം പണിക്കർ. ആപത്കരമായ യാത്ര എന്ന പേരിൽ യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് എന്ന് പഠിക്കണം. ദൊരശിണി എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട്. സർദാർ കെ എം പണിക്കരുടെ ഒരു കൃതിയാണ് ദൊരശിണി. മറ്റൊരു കൃതിയുടെ പേരാണ് കല്യാണമൽ. ഇപ്പോൾ പറങ്കിപ്പടയാളി, കേരള സിംഹം, ആപത്കരമായ ഒരു യാത്ര, ദൊരശിണി, കല്യാണമൽ. വേറെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ധൂമകേതുവിൻ്റെ ഉദയം. ധൂമകേതുവിൻ്റെ ഉദയം എഴുതിയത് സർദാർ കെ എം പണിക്കരാണ്. ധൂമകേതുവിൻ്റെ ഉദയം എന്ന കൃതി എഴുതിയത് സർദാർ കെ എം പണിക്കരാണ്. മറ്റൊന്ന് രണ്ട് ചൈനയിൽ. ഈ രണ്ട് ചൈനയിൽ എന്ന് പറയുന്ന ആ കൃതി വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് മുൻപ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. രണ്ട് ചൈനയിൽ എന്ന് പറയുന്ന കൃതി എഴുതിയത് സർദാർ കെ എം പണിക്കർ. നെക്സ്റ്റ് ഏഷ്യയും പടിഞ്ഞാറൻ ആധിപത്യവും എന്ന പേരിൽ ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കരാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കരാണ്. ഈ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം എഴുതിയാരെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം എഴുതിയത് ആരാണ്? കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം എഴുതിയത് കെ എം പണിക്കരാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം കെ എം പണിക്കർ. ഏഷ്യയും പടിഞ്ഞാറൻ ആധിപത്യവും, രണ്ട് ചൈനയിൽ, ധൂമകേതുവിൻ്റെ ഉദയം, കല്യാണമൽ, ദൊരശിണി, ആപത്കരമായ ഒരു യാത്ര തുടങ്ങിയ കൃതികളെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന കെ എം പണിക്കരെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാനുണ്ടായിരുന്നത്. മറ്റൊരു ഓപ്ഷനായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജ 1753 മുതൽ 1805 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്. ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഴശ്ശിരാജയാണ്. ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരി. ഇദ്ദേഹത്തിനെ കൊട്ടിയോട്ട് രാജ എന്നും വിളിക്കുന്നുണ്ട്. കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളവർമ്മ പഴശ്ശിരാജാവാണ് കൊട്ടിയോട്ട് രാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊട്ടിയോട്ട് രാജ, വളരെ നല്ലൊരു ചോദ്യം. കൊട്ടിയോട്ട് രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഴശ്ശിരാജാവാണ്. ഇദ്ദേഹം മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു. കോട്ടയം രാജവംശം എന്ന് പറയുമ്പോൾ മലബാറിലാണ്. നമ്മൾ ഈ കോട്ടയമല്ല, മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു പഴശ്ശിരാജാവ്. മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു. തൊട്ട് മുൻപ് സംസാരിച്ച കാര്യമാണ് വീണ്ടും പറയുന്നത്. കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ആവർത്തിക്കുന്നില്ല. ഈ പഴശ്ശി രാജാവിൻ്റെ സൈന്യതലവൻ്റെ പേരാണ് എടച്ചേന കുങ്കൻ നായർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. എടച്ചേന കുങ്കൻ നായർ പഴശ്ശിയുടെ സൈന്യതലവൻ. PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. PSC നമ്മളിവിടെ എഴുതിയിടുകയാണ്. പഴശ്ശിയുടെ സൈന്യതലവൻ എടച്ചേന കുങ്കൻ നായർ. പഴശ്ശിരാജയുടെ മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജയുടെ മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിയുടെ സൈന്യതലവൻ എടച്ചേന കുങ്കൻ നായർ. പഴശ്ശിരാജാവിൻ്റെ മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറാണ്. ഇനി പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സംഘം. പഴശ്ശിരാജാവിനെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സംഘത്തെ വിളിക്കുന്ന പേര് കോൽക്കാർ എന്നാണ്. കോൽക്കാർ. പഴശ്ശിരാജാവിനെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സംഘത്തെ വിളിക്കുന്ന പേരാണ് കോൽക്കാർ. പഴശ്ശിരാജാവിനെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി ആരാ രൂപീകരിച്ചത്? ആർതർ വെല്ലസ്ലി പഴശ്ശിരാജാവിനെ പിടികൂടാൻ വേണ്ടി രൂപീകരിച്ച സംഘത്തിൻ്റെ പേരാണ് കോൽക്കാർ. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. PSC പഴശ്ശിരാജാവിനെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സംഘമാണ് കോൽക്കാർ. പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ്. നമ്മളൊരു വ്യക്തിയെപ്പറ്റി വിശദീകരിക്കുമ്പോൾ ഇതെല്ലാം ലളിതമായിട്ടുള്ളതാണെങ്കിൽ കൂടിയും ഉൾപ്പെടുത്തി പോകുന്നതാണ്. പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുറിച്യരാണ്. ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സംഘമാണ് ചോദിക്കുന്നതെങ്കിൽ കോൽക്കാറാണ്. ഇനി ഈ ആദിവാസി വിഭാഗമായ കുറിച്യരുടെ
കുറിച്യരുടെ ഒരു നേതാവുണ്ട്. കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തുവാണ്. ഇനി ആർതർ വെല്ലസ്ലിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പഴശ്ശി രാജാവ്, ടിപ്പു സുൽത്താൻ, നെപ്പോളിയൻ. നോക്കൂ, ഇതെല്ലാം വളരെയധികം പ്രശസ്തിയിലുണ്ടായിരുന്ന ഭരണാധികാരികളാണ്, പ്രസിദ്ധരായിട്ടുള്ള ഭരണാധികാരികളാണ്. പഴശ്ശി രാജാവിനെയും ടിപ്പു സുൽത്താനെയും നെപ്പോളിയൻ എന്നിവരെല്ലാം പരാജയപ്പെടുത്തിയ ഒരു ബ്രിട്ടീഷുകാരനാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ ആർതർ വെല്ലസ്ലി എന്ന് പറഞ്ഞാൽ ഒരു നിസാര ആളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴശ്ശി രാജാവിനെയും ടിപ്പു സുൽത്താനെയും നെപ്പോളിയനെയും പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരനാണ് ആർതർ വെല്ലസ്ലി. പഴശ്ശി രാജാവിനെയും ടിപ്പു സുൽത്താനെയും നെപ്പോളിയനെയും പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരനാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ പഴശ്ശി രാജാവിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ വെല്ലസ്ലി പ്രഭുവിനെ പറ്റിയും കൂടി നമ്മൾ ഓർത്തിരിക്കണം. പഴശ്ശി രാജാവിനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇനി പഴശ്ശിരാജാവിനെ വധിച്ച തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ തോമസ് ഹാർവേ ബാബറാണ്. പഴശ്ശിരാജാവിനെ വധിച്ച ഇദ്ദേഹമാണ്, തോമസ് ഹാർവേ ബാബർ. പേര് ചുരുക്കി TH ബാബർ എന്ന് നമ്മൾ പറയാറുണ്ട്. ചോദ്യക്കടലാസിൽ ചിലപ്പോൾ TH ബാബർ എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്. തോമസ് ഹാർവേ ബാബർ പഴശ്ശിരാജാവിനെ വധിച്ച തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു. പഴശ്ശിരാജാവിനെ വധിച്ച തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ. ഇനി ഈ കേരളവർമ്മ പഴശ്ശിരാജ വീരചരമം പ്രാപിച്ച സ്ഥലം വയനാട്ടിലെ മാവിലത്തോടാണ്. വയനാട്ടിലെ മാവിലത്തോട് വെച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. 1805 നവംബർ 30 പഴശ്ശിരാജാവ് മരണപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1805 നവംബർ 30 പഴശ്ശിരാജാവ് മരിച്ചത്. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പഴശ്ശിരാജാവ് മരിച്ച തീയതി 1805 നവംബർ 30. കേരളവർമ്മ പഴശ്ശിരാജ എന്നൊരു ചലച്ചിത്രമുണ്ട്. അത് സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. അതിൽ പഴശ്ശിരാജാവിൻ്റെ വേഷം അഭിനയിച്ചത് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. അതിൽ പഴശ്ശിരാജാവിൻ്റെ വേഷം അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ വേഷം അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. ആ ചിത്രത്തിൻ്റെ തിരക്കഥയൊക്കെ തയ്യാറാക്കിയത് MD വാസുദേവൻ നായരായിരുന്നു. MD വാസുദേവൻ നായരാണ് കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ കഥ എഴുതിയത്. അതിൻ്റെ ഗാനങ്ങൾ രചിച്ചത് ONV കുറുപ്പാണ്. കേരളവർമ്മ പഴശ്ശിരാജാവ് എന്ന് പറയുന്ന സിനിമയുടെ ഗാനങ്ങൾ രചിച്ചത് ONV കുറുപ്പാണ്. അതുപോലെ അതിൻ്റെ സംഗീത സംവിധാനം ഇളയരാജ. സംഗീത സംവിധാനം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളയരാജയാണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചത്. ഇളയരാജ. അതിൽ തലയ്ക്കൽ ചന്തുവായിട്ട് അഭിനയിച്ചത് മനോജ് K. ജയനായിരുന്നു. ഈ കുറിച്യരുടെ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു എന്ന് പറയുന്ന വേഷം അഭിനയിച്ച നടനാണ് മനോജ് K. ജയനാണ് ഈ തലയ്ക്കൽ ചന്തുവിൻ്റെ വേഷം അഭിനയിച്ചത്. അപ്പോൾ ഒരു മലയാള സിനിമ കണ്ടിട്ടുള്ള സിനിമയാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും. മനോജ് K. ജയനാണ് തലയ്ക്കൽ ചന്തുവായിട്ട് അഭിനയിച്ചത്. ഇളയരാജയുടെ സംഗീതം, ONVയുടെ ഗാനരചനയായിരുന്നു. MD വാസുദേവൻ നായരുടെ കഥയായിരുന്നു. മമ്മൂട്ടിയാണ് പ്രധാന നായക വേഷം അഭിനയിച്ചത്. സംവിധാനം ചെയ്തത് ഹരിഹരൻ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന മലയാള ചലച്ചിത്രം. പഴശ്ശിരാജാവിൻ്റെ ജീവചരിത്രമാണ് വീരകേരളം മഹാകാവ്യം എന്ന് പറയുന്ന പഴശ്ശിരാജാവിൻ്റെ ജീവചരിത്രമാണ്. അതെഴുതിയത് കൈതയ്ക്കൽ ജാതവേദൻ എന്ന എഴുത്തുകാരനാണ്. വീരകേരളം മഹാകാവ്യം എന്ന് പറയുന്ന പഴശ്ശിരാജാവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് കൈതയ്ക്കൽ ജാതദേവൻ. നമ്മൾ ഇവിടെ ഇപ്പോൾ സംസാരിച്ചതിൽ പ്രധാനപ്പെട്ട പോയിന്റ് പഴശ്ശിരാജാവ് മരണപ്പെട്ട തീയതിയാണ്. 1805 നവംബർ 30 അദ്ദേഹം മരിച്ചത്. വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ചാണ് പഴശ്ശിരാജാവ് മരിക്കുന്നത്. ഇനി പഴശ്ശി ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. മാനന്തവാടി എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണെന്നറിയാം. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാര്യം വയനാട് വെച്ചാണ് ഇദ്ദേഹം മരിച്ചത്. നമ്മൾ തൊട്ട് മുൻപ് സംസാരിച്ചല്ലോ. വയനാട് മാവിലത്തോടിൽ വെച്ചാണ് ഇദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ പഴശ്ശിയുടെ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴശ്ശിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശി ശവകുടീരം മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. മ്യൂസിയത്താണ് നമ്മൾ കോഴിയുള്ളത് നമ്മളിങ്ങനെ ഓർമ്മിച്ചേക്കണം. മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴിയെ കാണാൻ പറ്റും. അപ്പോൾ പഴശ്ശി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ഈ കോഴിക്കോട് തന്നെയാണ് VK കൃഷ്ണമേനോൻ മ്യൂസിയവും ഉള്ളത് എന്ന് നമ്മൾ ഓർത്താൽ ഒരു മാർക്ക് നമുക്ക് കിട്ടും. VK കൃഷ്ണമേനോൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കോഴിക്കോട് തന്നെയാണ് VK കൃഷ്ണമേനോൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. VK കൃഷ്ണമേനോൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. VK കൃഷ്ണമേനോൻ മ്യൂസിയം. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഡാം എന്ന് പറയുന്നത് കണ്ണൂർ. ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരികയാണ്. ഡാം പൊട്ടി വെള്ളം ഒഴുകി വരുന്നത് പോലെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണ്. അപ്പോൾ ഡാം എന്ന് പറയുന്നത് പഴശ്ശി ഡാം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡാം ഇങ്ങനെ കണ്ണീര് വരികയാണ്. ഡാം പൊട്ടിയതുപോലെ കണ്ണീര് വരികയാണ്. അപ്പോൾ പഴശ്ശി ഡാം ചോദിക്കുകയാണെങ്കിൽ അത് കണ്ണൂരാണ്. പഴശ്ശി സ്മൃതി മന്ദിരം മട്ടന്നൂരിലാണ്.
പഴശ്ശി സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ്. പഴശ്ശിരാജ കോളേജ് വയനാട് പുൽപ്പള്ളിയിലാണ്. പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് പുൽപ്പള്ളിയിലാണ്. ഇവിടെ ഇപ്പോൾ സംസാരിച്ചത് 5 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ടതാണ് 5 കാര്യങ്ങളും. അതിലൊന്ന് പഴശ്ശി ശവകുടീരം മാനന്തവാടി എന്നുള്ളതാണ്. മറ്റൊന്ന് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് എന്നുള്ളതാണ്. ഇനി പഴശ്ശി ഡാമുണ്ട്. പഴശ്ശി ഡാം കണ്ണൂരിലാണ്. പഴശ്ശി സ്മൃതി മന്ദിരം മട്ടന്നൂരിലാണ്. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്. ഈ ചോദ്യത്തിൽ നമ്മൾ സംസാരിച്ച ഈ ചോദ്യത്തിനകത്ത് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ എന്നായിരുന്നു. ഈ മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. മാർത്താണ്ഡവർമ്മ ഈ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ്, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നും അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് എന്നൊക്കെ വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. സ്രഷ്ടാവെന്ന് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്ന. മലയാളത്തിൽ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഈ സൃഷ്ടി എന്ന് ഇങ്ങനെ എഴുതും മലയാളത്തിൽ. സൃഷ്ടി, ഇതാണ് ശരിയായിട്ടുള്ള സൃഷ്ടി, ഇതാണ് ശരിയായിട്ടുള്ള സ്രഷ്ടാവ്. ഇനി ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ എഴുതുന്ന പോലെ സ്രഷ്ടാവ് എന്ന് എഴുതുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിങ്ങനൊരു സ്രഷ്ടാവില്ല. ഇതാണ് സ്രഷ്ടാവ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നു. 1729 മാർത്താണ്ഡവർമ്മ രാജാവാകും. മനസ്സിലാക്കണം, 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി. എന്നിട്ട് ഇവിടെ നോക്കണം, 29 വർഷം അദ്ദേഹം ഭരിച്ചു തിരുവിതാംകൂർ. 1729 രാജാവായിട്ട് ഈ 1729 29 ഉണ്ടല്ലോ, അത് മനസ്സിലുണ്ടെങ്കിൽ 29 വർഷം ഭരിച്ചു. അപ്പോൾ 1729 + 29 ആകുമ്പോൾ 58ആയി. 1758. 1758 മാർത്താണ്ഡവർമ്മ മരിച്ചുപോയി. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലയളവ് ഓർത്തു വെച്ചോളൂ. 1729 രാജാവാകുന്നു, 29 വർഷം ഭരണം നടത്തുന്നു. അപ്പോൾ 29 58. 1758 മാർത്താണ്ഡവർമ്മ മരണപ്പെട്ടു. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. പിന്നെ ചോരയും ഇരുമ്പിൻ്റെയും അല്ലെങ്കിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം സ്വീകരിച്ച ഭരണാധികാരി, അതായത് ബ്ലഡ് ആൻഡ് അയൺ പോളിസി, ബ്ലഡ് ആൻഡ് അയൺ പോളിസി സ്വീകരിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി സ്വീകരിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ ഉരുക്ക് മനുഷ്യൻ എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. തിരുവിതാംകൂറിലെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിക്കുന്നു, തിരുവിതാംകൂറിലെ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നു, തിരുവിതാംകൂറിലെ അശോകൻ എന്ന് വിളിക്കുന്നു. 1-2 വിശേഷണങ്ങളൊന്നുമല്ല, ഒത്തിരി വിശേഷണങ്ങളാണ്. അതായത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി 1, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് 2, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ 3, ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം സ്വീകരിച്ച ഭരണാധികാരി 4, തിരുവിതാംകൂറിലെ ഉരുക്ക് മനുഷ്യൻ 5, തിരുവിതാംകൂറിലെ ബിസ്മാർക്ക് 6, തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് 7. ഇനി ഈ അശോകൻ എന്ന് പറയുമ്പോൾ നമുക്ക് അശോക ചക്രവർത്തി ഓർമ്മ വരുന്നുണ്ട്. 2ാം അശോകൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കനിഷ്കനാണ്. 2ാം അശോകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കനിഷ്കനാണ്, കനിഷ്കൻ. ഇനി ദക്ഷിണേന്ത്യയിലെ അശോകൻ ആര് എന്നൊരു ചോദ്യമുണ്ട്. ദക്ഷിണേന്ത്യയിലെ അശോകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം അമോഘവർഷനാണ്. ദക്ഷിണേന്ത്യയിൽ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷനാണ്. അമോഘവർഷൻ എന്ന ഭരണാധികാരിയാണ് ദക്ഷിണേന്ത്യയിൽ അശോകൻ എന്നറിയപ്പെടുന്നത്. ഇനി കേരളത്തിലെ അശോകൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വിക്രമാദിത്യ വരഗുണനാണ്. ആയി രാജവംശത്തിലെ രാജാവായിരുന്നു വിക്രമാദിത്യ വരഗുണൻ. ഈ വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ മൊത്തം 4 അശോകനുണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് 2ാം അശോകൻ കനിഷ്കൻ, ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ, കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ, തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ അശോകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി തിരുവിതാംകൂറിൽ ജന്മിത്വം അവസാനിപ്പിച്ചതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ഇദ്ദേഹം ജന്മിത്വം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് രാജവിസ്തൃതി അല്ലെങ്കിൽ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. രാജ്യത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ ഉണ്ടായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. മാർത്താണ്ഡവർമ്മയാണ് ഏറ്റവും കൂടുതൽ രാജ്യത്തിന് വിസ്തൃതി വർദ്ധിപ്പിച്ചത്. ഭരണത്തിൻ്റെ തലസ്ഥാനം ഈ തിരുവിതാംകൂറിൻ്റെ ഭരണ തലസ്ഥാനം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് പത്മനാഭപുരമായിരുന്നു. പത്മനാഭപുരത്തിൻ്റെ മറ്റൊരു പേരാണ് കൽക്കുളം, ഇന്നത്തെ തമിഴ്നാട്ടിലാണ്. വ്യാപാര തലസ്ഥാനം എന്ന് പറയുന്നത് മാവേലിക്കരയാണ്. മാവേലിക്കര ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഭരണ തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പത്മനാഭപുരം. തിരുവിതാംകൂറിൻ്റെ, അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണ തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു. അവരുടെ വ്യാപാര തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മാവേലിക്കരയാണ്. 1 മാർക്കാണ് കേട്ടോ ഇപ്പോൾ ഈ സംസാരിക്കുന്ന കാര്യം. ഭരണ തലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ പത്മനാഭപുരം. വ്യാപാര തലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ മാവേലിക്കരയാണ്. ഭരണ തലസ്ഥാനം
ഇത് ഒരു കാരണവശാലും മാറിപ്പോകരുത്. ഇത് ഒരു അക്ഷരം വെച്ചിട്ടെങ്കിലും പഠിക്കണം. ഇവിടുന്ന് ഒരു ഭായുണ്ട്, ഈ ഭാ നേരെ ഇങ്ങോട്ട് പോവുകയാണ്. പത്മനാഭപുരത്തിലൊരു ഭാ ഉണ്ട്. ഭരണതലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പത്മനാഭപുരമാണ്. തിരുവിതാംകൂറിൻ്റെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണതലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ പത്മനാഭപുരമായിരുന്നു. വ്യാപാര തലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ മാവേലിക്കരയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാനാണ് അറുമുഖം പിള്ള. മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാനാണ് അറുമുഖം പിള്ള. മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാൻ അറുമുഖം പിള്ളയാണ്. മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി രാമയ്യൻ ദളവ ആയിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാൻ അറുമുഖം പിള്ള, മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി രാമയ്യൻ ദളവ, മാർത്താണ്ഡവർമ്മയുടെ സർവ്വ സൈന്യാധിപനാണ് കുമാരസ്വാമി പിള്ള എന്ന് പറയുന്നത്. കുമാരസ്വാമി പിള്ളയാണ് അദ്ദേഹത്തിൻ്റെ സർവ്വ സൈന്യാധിപൻ. 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ ക്ലാസ്സിന് വേഗത കൂടുതലാണെങ്കിൽ നിങ്ങൾ തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വേഗത കൂടുതലാണെന്ന്, അല്ലെങ്കിൽ കുറെ കൂടി സാവധാനം സംസാരിക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ക്ലാസ് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അറുമുഖം പിള്ളയാണ് ആദ്യത്തെ ദിവാൻ കേട്ടോ. ആദ്യ ദിവാൻ, ആദ്യ എന്ന് പറയുന്നതിൻ്റെ അതുപോലെ തന്നെ ഇവിടെ രാഗടപ്പുണ്ട്, അറുമുഖം പിള്ള. ആദ്യത്തെ ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുമുഖം പിള്ളയാണ്. മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിയാണ് രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി രാമയ്യൻ ദളവയാണ്. മന്ത്രി രാമയ്യൻ ദളവയാണ്. മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കുമാരസ്വാമി പിള്ളയാണ് സർവ്വസൈന്യാധിപൻ. മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് കുമാരസ്വാമി പിള്ളയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ബജറ്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് പതിവ് കണക്ക്. ബജറ്റ് അറിയപ്പെട്ടിരുന്ന പേര് പതിവ് കണക്കെന്ന പേരാണ്. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. PSC ബജറ്റ്, തിരുവിതാംകൂറിലെ ബജറ്റും ഭൂസർവേയൊക്കെ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അപ്പം ബഡ്ജറ്റ് അറിയപ്പെട്ടിരുന്ന പേര് പതിവ് കണക്കെന്നാണ്. തിരുവിതാംകൂറിൽ ബഡ്ജറ്റ് ഭൂസർവേയൊക്കെ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ബഡ്ജറ്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് പതിവ് കണക്ക്. തിരുവിതാംകൂറിൽ ബഡ്ജറ്റ്, ഭൂസർവേ എന്നിവയെല്ലാം ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇനി താലൂക്കുകൾ അറിയപ്പെട്ടിരുന്ന പേര് മണ്ഡപത്തും വാതുക്കൽ എന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൽ താലൂക്കുകൾ അറിയപ്പെട്ടിരുന്ന പേര്, ഇതൊരു PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. താലൂക്കുകൾ അറിയപ്പെട്ടിരുന്ന പേര് മണ്ഡപത്തും വാതുക്കൽ. വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്ന പേര്, ഇതും ചോദിച്ചിട്ടുള്ളതാണേ. വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്ന പേരാണ് മുളക് മടിശീലക്കാർ. മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്ന പേരാണ് മുളക് മടിശീലക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്ന പേരാണ് മുളക് മടിശീലക്കാർ. ഇനി വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടിരുന്ന പേരാണ് പകുതികൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടിരുന്ന പേര് പകുതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പകുതി, വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടിരുന്ന പകുതികൾ എന്നാണ്. വില്ലേജ് ഓഫീസർ, നമ്മൾ മുകളിൽ പറഞ്ഞത് വില്ലേജ് ഓഫീസാണ്, ഇത് വില്ലേജ് ഓഫീസർ അറിയപ്പെട്ടിരുന്ന പേരാണ് പാർവതികാർ അല്ലെങ്കിൽ പ്രവർത്തികാർ. വില്ലേജ് ഓഫീസർ അറിയപ്പെട്ടിരുന്ന പേര് പാർവതികാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടിരുന്നത്, ഇത് കഴിഞ്ഞ VFA പരീക്ഷയിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഓപ്ഷനിൽ നിന്നും നമ്മൾ സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ VFA പരീക്ഷയിലാണ് ചോദിക്കുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നാണല്ലോ VFAയുടെ പൂർണ്ണ രൂപം. ഈ VFA എന്ന് പറയുന്ന തസ്തിക ഉള്ളത് കേരളത്തിലെ റവന്യൂ വകുപ്പിലാണ്. VFA ഉള്ളത് കേരളത്തിലെ റവന്യൂ വകുപ്പിലാണ് VFA പോസ്റ്റ് ഉള്ളത്. VFAമാർ ജോലി ചെയ്യുന്നത് വില്ലേജ് ഓഫീസുകളിലാണ് VFAമാർ ജോലി ചെയ്യുന്നത്. അറിവിലേക്കായി പറഞ്ഞു എന്നേ ഉള്ളൂ. വില്ലേജ് ഓഫീസ് തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന പേര് പകുതികൾ എന്നാണ്. വില്ലേജ് ഓഫീസർ അറിയപ്പെട്ടിരുന്ന പേര് പാർവതികാർ എന്നാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ചിരുന്നു. ഇങ്ങനെ തിരിച്ച ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. പള്ളിയാടി മല്ലൻ ശങ്കരനെ പറ്റി PSC ചോദിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമിയെ 4ആയി തിരിച്ചിരുന്നു. ഭൂമി എത്രയായി തിരിച്ചിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോളം 4ആയി തിരിച്ചിരുന്നു. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം അല്ലെങ്കിൽ മറ്റൊരു വാക്കാണ് വിരുതി, പിന്നെ പണ്ടാരവക, അതിന് മറ്റൊരു വാക്കാണ് ഖജനാവ് വക. ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും ദാനമെന്നും പണ്ടാരവകയെന്നും 4ആയിട്ട് തിരിച്ചിരുന്നു. ഭൂമിയെ 4ആയി തരംതിരിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമിയെ 4ആയി തിരിച്ചിരുന്നു. ആ 4ആയി തിരിച്ചിരുന്ന പേരുകൾ ഓർത്ത് വെച്ചോളൂ, എന്തൊക്കെ പേരുകളിലാണ് തിരിച്ചിരുന്നതെന്ന്. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ തിരിച്ചു. അങ്ങനെ 4ആയി തിരിച്ച ഉദ്യോഗസ്ഥൻ്റെ പേരാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഇനി 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ചോദ്യം. മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്യുകയും ആ പ്രദേശമൊക്കെ തിരുവിതാംകൂറിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തു.
കഴക്കൂട്ടം, കുളത്തൂർ, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, മാർത്താണ്ഡമഠം, വെങ്ങാനൂർ എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 8 ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ. കഴക്കൂട്ടം, അതായത് കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, മാർത്താണ്ഡമഠം, വെങ്ങാനൂർ ഇങ്ങനെ തുടർന്നിട്ടുള്ള ഒരു 8 കുടുംബക്കാരെയാണ് 8 വീട്ടിൽ പിള്ളമാരെന്ന് വിളിക്കുന്നത്. ഇനി 1700, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1729 അദ്ദേഹം രാജാവായത്. മാർത്താണ്ഡവർമ്മ രാജാവായത് 1729 1730 ഇദ്ദേഹം ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോടൊപ്പം കൂട്ടിച്ചേർത്തു. മാർത്താണ്ഡവർമ്മ 1730 ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോടൊപ്പം കൂട്ടിച്ചേർത്തു. 41 ഇളയിടത്ത് സ്വരൂപത്തെ കൂട്ടിച്ചേർത്തു. ഇളയിടത്ത് സ്വരൂപം എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയുടെ പഴയ പേരാണ് ഇളയിടത്ത് സ്വരൂപം. കൊട്ടാരക്കരയുടെ പഴയ പേരെന്ന് PSCക്ക് ചോദിക്കാറുണ്ട്, 1 മാർക്കിന് ചോദിക്കാറുണ്ട്. കൊട്ടാരക്കരയുടെ പഴയ പേരാണ് ഇളയിടത്ത് സ്വരൂപം. അപ്പോൾ ആ ഇളയിടത്ത് സ്വരൂപത്തിനെ തിരുവിതാംകൂറിനോടൊപ്പം കൂട്ടിച്ചേർത്ത് 1741. ഇനി 42 കായംകുളം രാജാവുമായിട്ട് മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 42. ഇനി 46 പുറക്കാട് യുദ്ധത്തിലൂടെ കായംകുളം പിടിച്ചെടുത്തു. പിടിച്ചെടുത്തത് 1746. 1730 തിരുവിതാംകൂറിനോട് ഈ ആറ്റിങ്ങലിനെ കൂട്ടിച്ചേർത്തു. 41 ആയപ്പോൾ ഇളയിടത്ത് സ്വരൂപത്തെ കൊട്ടാരക്കര അല്ലെങ്കിൽ ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. 42 കായംകുളം രാജാവുമായിട്ട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 42 ഉടമ്പടിയുടെ പേര് മാന്നാർ ഉടമ്പടി എന്നാണ്. മാന്നാർ ഉടമ്പടി. 46 പുറക്കാട് യുദ്ധം, കായംകുളം പിടിച്ചെടുത്തു. 53 ഓഗസ്റ്റ് 15 1753 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടി. 1 മാർക്കിന് ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടത്. 1753 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടി. ഇപ്പോൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് 1730 പറഞ്ഞു, ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. 41 ഇളയിടത്ത് സ്വരൂപത്തെ കൂട്ടിച്ചേർത്തു. 42 കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടി. 46 പുറക്കാട് യുദ്ധത്തിലൂടെ കായംകുളം പിടിച്ചെടുത്തു. 53 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇനി 54 കൊച്ചി സൈന്യവുമായിട്ട് ആനന്ദേശ്വരം യുദ്ധം, അതോടൊപ്പം തന്നെ ആ വർഷം തന്നെയാണ് അമ്പലപ്പുഴ യുദ്ധം. ആനന്ദേശ്വര യുദ്ധവും അമ്പലപ്പുഴ യുദ്ധവും നടന്നത് 1754. പിന്നെ തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തി. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നിലനിർത്തിയ ഒരു സ്ഥിരം സൈന്യത്തിൻ്റെ പേരാണ് മറവപ്പട. മറവപ്പട എന്ന് പറയുന്ന സ്ഥിരം സൈന്യത്തിനെ ഇദ്ദേഹം നിലനിർത്തിയിരുന്നു. തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ മാർത്താണ്ഡവർമ്മ നിലനിർത്തിയിരുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. മാർത്താണ്ഡവർമ്മയെ ഒരു പ്ലാവിൻ്റെ പൊത്തിനകത്ത് കയറി ഒളിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ പ്ലാവ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ നിർമ്മിതികൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണപുരം കൊട്ടാരം, പിന്നെ വട്ടക്കോട്ട, പൊന്മന ഡാം, പുത്തൻ ഡാം എന്നിവ പണി കഴിപ്പിച്ചു. കൃഷ്ണപുരം കൊട്ടാരം, വട്ടക്കോട്ട, പൊന്മന ഡാം, പുത്തൻ ഡാം എന്നിവയെല്ലാം പണി കഴിപ്പിച്ച മാർത്താണ്ഡവർമ്മ. ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിൽ കാണപ്പെടുന്നു. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്ന കവികൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ് മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്ന കവികൾ. 1 മാർക്കിന് ചോദിക്കാം. രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ് മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്ന കവികൾ. ഇനി ഹിരണ്യഗർഭം എന്ന് പറയുന്ന ചടങ്ങ് ഇദ്ദേഹത്തിൻ്റെ കിരീടധാരണവുമായി ബന്ധപ്പെട്ടതാണ്. ഹിരണ്യഗർഭം, മുറജപം, ഭദ്രദീപം, തുലാം, പുരുഷദാനം എന്നിവയ്ക്ക് തുടക്കം കുറിച്ചതെല്ലാം ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുറജപം 6 വർഷത്തിലൊരിക്കലും, ഭദ്രദീപം 6 മാസത്തിലൊരിക്കലുമാണ് നടക്കുന്നത്. മുറജപം 6 വർഷത്തിലൊരിക്കലാണ്, ഭദ്രദീപം 6 മാസത്തിലൊരിക്കലാണ്. 1750 ജനുവരി 3 ഇദ്ദേഹം തൃപ്പടിദാനം നടത്തി. തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ അധികാരങ്ങളെല്ലാം തന്നെ പത്മനാഭസ്വാമി
സ്വാമിക്ക് സമർപ്പിച്ചു. കിരീടവും ചെങ്കോലും, രാജാവിൻ്റെ അധികാരങ്ങളായിട്ടുള്ള കിരീടവും ചെങ്കോലും എല്ലാം പത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കുകയും ഇനി പത്മനാഭ സ്വാമിയാണ് ഈ രാജ്യം ഭരിക്കുകയും ചെയ്യുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു. അതാണ് തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം പത്മനാഭദാസൻ എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. പത്മനാഭ സ്വാമിയായിരിക്കും ഇനി തിരുവിതാംകൂറിൽ ഭരണം നടത്തുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1750 ജനുവരി 3-നാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയാൻ വരുന്നത് ഇനി. കുളച്ചൽ യുദ്ധം. അതായത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. യുദ്ധം നടന്ന 1741 ഓഗസ്റ്റ് 10 ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുളച്ചൽ യുദ്ധത്തിൽ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടിയെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുളച്ചൽ യുദ്ധം നടന്ന 1741 ഓഗസ്റ്റ് 10-നാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ്. കുളച്ചൽ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്. ഈ കുളച്ചൽ യുദ്ധം ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ചോദിച്ചു കഴിഞ്ഞാലും കുളച്ചൽ യുദ്ധമാണ്. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരി, നോക്കൂ, ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10. ഈ തീയതി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കുക. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ നയിച്ച സൈന്യാധിപനായിരുന്നു ഡിലനോയ്. ഡച്ച് സൈന്യാധിപനായ ഡിലനോയ്. ഈ ഡിലനോയിയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്. മാർത്താണ്ഡവർമ്മ ഡിലനോയിയെ പരാജയപ്പെടുത്തി. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ഡിലനോയിയാണ്. ഡിലനോയിയെ വിശേഷിപ്പിക്കുന്നത് വലിയ കപ്പിത്താൻ എന്നാണ്. ഡിലനോയിയെ വലിയ കപ്പിത്താൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തിരുവിതാംകൂറിൽ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപൻ ആരെന്ന് ചോദിച്ച ഡിലനോയിയാണ്. എന്ന് പറഞ്ഞാൽ കുളച്ചൽ യുദ്ധത്തിൽ പരാജയം മനസ്സിലാക്കിയ ഡിലനോയി മാർത്താണ്ഡവർമ്മയുടെ കൂടെ കൂടി. അവസാനം മാർത്താണ്ഡവർമ്മയുടെ സുഹൃത്തായിട്ട് മാറി. എന്നിട്ട് ഡിലനോയി എന്താ ചെയ്തേ? മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂറിലെ സൈന്യത്തിന് പരിശീലനം നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിലനോയിയാണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിലാണ്. ഡിലനോയിയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഡച്ചുകാർ പരാജയപ്പെട്ടു പോയി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാജാവ് ഒരു യൂറോപ്യൻ ശക്തി ആദ്യമായി പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതാണ്. ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി. ഡിലനോയിയെ വലിയ കപ്പിത്താൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിലനോയിയാണ്. ഡിലനോയിയുടെ ശവകുടീരം ഉദയഗിരി കോട്ട, തമിഴ്നാട്. ഉദയഗിരി കോട്ട തമിഴ്നാട്ടിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംസാരിക്കാനുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്